എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി അല്ലെങ്കിൽ വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ പ്രീസമ്മോനെ, ജോമാൻറ്റി പറഞ്ഞിട്ടുണ്ട് ഒരു ചക്രമ്മ ജോമാൻറ്റിക്ക് കൊടുക്കാൻ. ആ പിന്നെ എന്തുകൊണ്ട് വിശേഷം കുഞ്ഞേ? നിങ്ങളുടെ വിശേഷം നിങ്ങളുടെ വിശേഷം നിങ്ങളുടെന്ന് പറയല്ലേ, ആന്റിമാരും ചേച്ചിമാരുടെ ഒക്കെ വിശേഷം ചോദിക്കും. അങ്ങനെ പറ. ആന്റിമാരുടെയും ചേച്ചിമാരുടെ വിശേഷം അവിടെ എന്തുവാ കമന്റ്സിലിടും. പിന്നെ മോന്റെ സ്കൂളിൽ എന്തുണ്ടായിരുന്നു വിശേഷം? ആരെങ്കിലുമായിട്ട് അടി കൂടിയോ? ആരെങ്കിലും മോനെ അടിച്ചോ? നാളെ സാൻഡ്വിച്ച് മേക്കിംഗ്. അല്ല, നാളെ ഫ്രൈഡേ ചുട്ടിയാ. അപ്പൊ നാളെ ഒരു മെനക്കേടാ, ഓരോന്ന് കൊടുത്തു വിടണം. കുക്കുംബർ, ടൊമാറ്റോ. അവരിവിടെ കരച്ചിലായി, ഈ വെജിറ്റബിൾസ് ഒന്നും വേണ്ട. ഓക്കെ. ഇനി എന്നാ എക്സാം? നെക്സ്റ്റ് വീക്ക്. ഇനി സമയമൊന്നുമില്ല, 3-ാം തീയതിയാ. ഓക്കെ. അപ്പൊ ഇന്നലെ ജിൽസി പറഞ്ഞു, ചേച്ചി എൻ്റെ പേരും പറയത്തില്ലെന്ന്. ജിൽസി കുട്ടിയുടെ പേര് ഞാൻ ഇന്നാളി പറഞ്ഞ ഒത്തിരി കമൻസ് ഇടുമെന്ന്. അന്നേരം എൻ്റെ ജോമാസ് വേൾഡ് പറയുകയും ചെയ്തു ഞാനും കമൻസ് ഇടുമെന്ന്. ജിൽസി കുട്ടിക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കും കേട്ടോ. ഫസ്റ്റിൽ കമൻ്റ് ഇടുന്നത് ജിൽസി, അഖിൽ ഇവരൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ജിൽസിയാ ഇടുന്നത്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ മിഞ്ചീസ് വ്ലോഗ് പറഞ്ഞതുപോലെ നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം വരുന്നെങ്കിൽ വരട്ടെ ദൈവമേ. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജയാസ് വെറൈറ്റി പിന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഇത് വന്നല്ലോ, ക്യാഷ്. ഞാൻ തന്നെ ചിന്തിക്കുക, ഞാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഇത്രയും സ്ട്രിക്റ്റ് അങ്ങനെ ഇല്ലായിരുന്നു. നമുക്ക് പെട്ടെന്ന് വാച്ച് ടൈം ഇതൊക്കെ ആവുക. അന്ന് 100 സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ട് മതിയായിരുന്നു. എനിക്കിപ്പം പൈസ വന്നു തുടങ്ങിയിട്ട് 4-5 വർഷമായി. അന്നൊന്നും നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുമോ അങ്ങനെയുള്ള ഇതൊന്നും ചിന്തിച്ചില്ല ഞാൻ. അപ്പോൾ ഇന്നത്തെ ചേച്ചിയുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് അയ്യോ, നമ്മളോട് ഇവിടെ ഇരുന്ന് സന്തോഷപ്പെടുമായിരുന്നു. ആ ഓരോ വാക്കുകൾ ചിലരുടെ കമൻസ് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ ചിരിക്കുന്നു പറഞ്ഞതുപോലെ അത് കണ്ടപ്പോൾ നമുക്ക് ഒരു സന്തോഷം. നമ്മുടെ വീട്ടിലെന്തോ ഒരു അനുഭവം ഇതായിരുന്നു നമുക്ക്. പിന്നെ പലരും ചോദിച്ചു നാട്ടിൽ പോകുന്നില്ലേന്ന്. ഇന്നത്തെ വെൻസിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് നല്ല വിഷമം തോന്നി. പക്ഷേ പോൾമോൻ ഉടനെ ക്ലാസ് തുടങ്ങുന്നു. പിന്നെ തന്നെ പോകാൻ എനിക്കങ്ങോട്ടൊരു അപ്പച്ചനെ തന്നെ നിർത്താനും ഒക്കത്തില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2-3 ദിവസത്തേക്ക് റീച്ചാൻ ഞങ്ങൾ ഫ്ലൈറ്റിൽ പോയി. റീച്ചാൻ ഒരു ദിവസം നാട്ടിൽ നിന്നത്. എന്നിട്ട് ഉടനെ ഇങ്ങനെ തിരിച്ചു വന്ന് ഡാഡി തന്നെയുള്ള ഒരു പയ്യനെ ഏൽപ്പിച്ചിട്ടല്ലേ നമ്മൾ പോയത്. ഡാഡി പറഞ്ഞു ആരും വേണ്ട ഞാൻ തന്നെ നിന്നോളാം, നമുക്കങ്ങനെ ചെയ്ത് പോകാനൊക്കത്തില്ലല്ലേ. ഡാഡിയുടെ ഇപ്പോഴും ഡാഡി എല്ലാം തന്നെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യും. എന്നാലും ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു സമാധാനമില്ലല്ലോ. അപ്പോൾ എന്തുവാന്ന് നോക്കട്ടെ എങ്ങനെയൊക്കെയാന്ന്. ഇതുവരെയും ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് ഞാൻ ചെയ്യുന്ന മീൻകറിയെ, നാളെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു മീൻകറി വെച്ചോണ്ടേ എന്നോട് ഗീതേച്ചി പറഞ്ഞായിരുന്നു, വിജി ഇതിൻ്റെ അകത്ത് മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ കൈ കിട്ടിയ കുറേ സാധനങ്ങൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ മുരിങ്ങയ്ക്കായിട്ട് കറി വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ ഒരബദ്ധം എനിക്ക് പറ്റിപ്പോയി. മുരിങ്ങയ്ക്ക മീനിൻ്റെ കൂടെ സ്റ്റാർട്ടിങ്ങിലേ ഇടണ്ടായിരുന്നു, ഇത്തിരി കഴിഞ്ഞിട്ടാൽ മതിയായിരുന്നു. ഓരോന്നും ചെയ്ത് നോക്കുന്നു. ഇവിടെ പ്രീതി ചേച്ചി ചോദിച്ചു ചൂടുണ്ടോ വിജയന്ന്. അയ്യോ, ചൂട് തുടങ്ങി, എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല. അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങ് വെപ്രാളോ എനിക്ക്, അത്രയ്ക്ക് ചൂടാണ്. നാട്ടിൽ പിന്നെ നമ്മുടെ അടുക്കള ജനലൊക്കെ കഥയൊക്കെ തുറന്നിടുമ്പോൾ ഇത്തിരി കാറ്റേലും വരും. ഇതെന്ന് പറയാൻ ഇത്തിരി ആ ജനൽ തുറന്നാൽ എന്തോ കാറ്റ് വരാനാ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി ചോദിച്ചെടി
ആ അന്ന് ഇവിടെ പോൾമോനെയും കൊണ്ടൊക്കെ ഞാൻ ഈ AC ഇതൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചോണ്ടേ അവൾ ഫോൺ ചെയ്തോണ്ടേ എന്തോന്ന് ഞാൻ പറയും ഇവിടെ ഇന്ന് എല്ലാം സേവനവാരമാണ് പറയണോ ചോദിക്കുക. എടി അവിടെ പൊടിയുണ്ടോടി മാറാലയുണ്ട്. ഞാൻ പറയും കൊള്ളാം. നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഷീറ്റ് മാറി ഈ കട്ടിൽ ഇങ്ങോട്ട് നീക്കി അനുവിന് കൊടുക്കും. അപ്പം ദൈവമേ എന്തോ പൊടി അടിയിൽ. അവൾ പറ ഈ 4th ഫ്ലോർ വരെ ഇങ്ങനെ പൊടി വരുന്നത്. ഞാൻ പറയും പൊടി വരാനാന്ന് കുഴപ്പം. ഇവിടെ നാട്ടിലത്തേനേക്ക് ഏതാണ്ട് ഇപ്പം ഞാൻ ഈ ജനലിൽ നിന്ന് ഇങ്ങനെ പ്രീസമോൻ വരുന്നത് നോക്കി നിൽക്കുക. ആ പ്ലാവിൻ്റെ ഇല, നമ്മുടെ നാട്ടിലൊക്കെ പ്ലാവല ഒരു പച്ച കളറിൽ നിൽക്കത്തില്ലേ, ഇത് മൊത്തവും പൊടി കയറി പച്ച കാണാനേ ഇല്ല, അത്രയ്ക്ക് പൊടി. ഞാൻ അപ്പോൾ അത് അവളോട് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ മൂക്കിലും വായിലൊക്കെ ഈ പൊടികൾ പോകുന്നുണ്ട്. അങ്ങനെ ആ ഈ പൊല്യൂഷൻ നിറഞ്ഞ ഒരു സ്ഥലം. അതാ എനിക്ക് ഞാൻ നാട്ടിലാക്കി പിന്നെ ശുദ്ധവായു വരും ശ്വസിക്കാമല്ലേ. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ നിന്ന് പറയുന്നത് നമുക്ക് ഉള്ള പൈസയും കൊണ്ട് ഇപ്പോൾ ചില സമയത്ത് സീസൺ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതനുസരിച്ച് വില കുറച്ചൊക്കെ കിട്ടും. പിന്നെ നമ്മളിവിടെ വെച്ചോ കുടിച്ചോ ഒന്നും ആരും തിരക്കത്തില്ല. പിന്നെ ഒരു പന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലും ആരും നോക്കത്തില്ല, തിരക്കത്തില്ല. നാട്ടിൽ പക്ഷേ അങ്ങനല്ല. നാട്ടിൽ അതനുസരിച്ച് നാട്ടിലാണെങ്കിൽ പിന്നെ കല്യാണം, പാല് കാച്ച് അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ വെള്ളം തൊട്ട് എല്ലാത്തിനും പൈസ കൊടുക്കണം. എന്നാലും ഒരു നമുക്കിപ്പോൾ ഈ വെജിറ്റബിൾസും അങ്ങനെയൊക്കെ വാങ്ങി ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. 2 പിന്നെ ഇത് നമുക്കുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശുദ്ധവായു ചോദിക്കാം, നാട്ടിൽ എല്ലാവരെയും കാണാം, അങ്ങനെ. പിന്നെ ഈ ഒരു സമ്പ്രദായം, അപ്പോൾ ആരെങ്കിലും ലിഫ്റ്റിലോ അങ്ങനെ വെച്ച് കാണുവാണെങ്കിൽ പരിചയമായി, സംസാരിച്ചു. ആർക്കും പോയി ആരോടും മിണ്ടാൻ പോലും സമയമില്ലാത്ത ഒരു അവസ്ഥയാണ്. എല്ലാവരും ജോലിക്ക് പോകുന്നവർ, എന്നെപ്പോലുള്ളൊരു വീട്ടിലുണ്ട്. അല്ലാതെ എല്ലാവരും മിക്ക ആൾക്കാരും ജോലിക്കാരാണ്. അവർ രാവിലെ പോയി വൈകിട്ട് വന്ന് വീണ്ടും അവരുടെ പരിപാടി. പിന്നെ കിട്ടുന്ന ഒരു സൺഡേ. ആരും ഇത് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ എവിടെ ആയാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ. ഓക്കെ, ഇനി നമുക്കേ വീഡിയോയിലോട്ട് പോകാം. എന്നാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളും എല്ലാം കഴുകി. അതെന്തോ രാവിലെ എടുക്കാൻ എനിക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഓർമ്മയെ അങ്ങ് മാറിപ്പോയി. പിന്നെ മീൻ കറി വെക്കാനായിട്ട് ഒരു ചൂരമീൻ ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുമോ, ഇത്ര സ്പീഡിലൊന്നും അല്ല വെട്ടുന്നത് കേട്ടോ. ഇത് ഇത്തിരി സമയം എടുത്താൽ മീൻ വെട്ടിയെടുത്തത്. അപ്പോൾ അത് ഞാനിന്നൊരു ആദ്യമായിട്ടൊരു പുതിയ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് ഇത്. എന്നും ഞാൻ മീൻ കറി മുളക് അരച്ചാണ് വെക്കുന്നത്. അതിപ്പം ഇന്ന് ഞാൻ മുളക് അരച്ചല്ല വെക്കുന്നത് കേട്ടോ. എത്ര നാളുകൊണ്ട് ഇങ്ങനൊന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണെന്നറിയാം. അപ്പോൾ എന്നും ചിന്തിക്കും പിന്നാവട്ടെ എന്നും നമ്മളില്ലേ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ അങ്ങ് പോയങ്ങ് ഓർത്തങ്ങ് ചെയ്യും. പിന്നീടായിരിക്കും ഓർക്കുന്ന അയ്യോ അതുപോലെ ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞിരുന്നതല്ലേന്ന്. അപ്പം ഞാനിത് ചെയ്യാഞ്ഞത് ഇതിൻ്റെ കൂടെ ഈ മുരിങ്ങയ്ക്ക് എഴുതണം, ഈ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടത്തില്ലയോ എങ്ങനെയാണെന്നുള്ള ഒരിതായിരുന്നു. പിന്നെ എന്തും വരട്ടെന്നും പറഞ്ഞ് ഞാൻ ഇന്നങ്ങ് അത് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ കുഞ്ഞൊരു മീനായിരുന്നു, അതിൻ്റെ തല ഞാൻ എടുക്കുന്നത്. എനിക്ക് ചൂരത്തല ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പരിഞ്ഞിലൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്നതായതുകൊണ്ട് ഐസ് മൊത്തത്തിൽ പോയതുമില്ല. അങ്ങനെ മൊത്തത്തിൽ പോകാതെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ മീൻ വെട്ടുന്നത് കാണാൻ ഇഷ്ടമുള്ള എൻ്റെ ചില സബ്സ്ക്രൈബേഴ്സുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഇടുന്നത്, ഈ മീൻ ഇങ്ങനെ വെട്ടുന്നത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ചിലർ ചിന്തിക്കും എന്നും ഇതെന്തിനായി കാണിക്കുന്നത്, അവരെന്നും മീൻ കറി വെക്കുന്നോ അന്ന് മൊത്തവും മീൻ വെട്ടുന്ന കാണിക്കും. അപ്പോൾ ചിലർ അതിനെ കാണിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. അതുകൊണ്ട് ഞാനങ്ങ് കാണിച്ചതാണ്. ഇഷ്ടമല്ലാത്തവർ സ്കിപ്പടിച്ച് പോവും. ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് സ്കിപ്പടിച്ച് പോവും, അതേ ഉള്ളൂ. അപ്പോൾ ഞാനതൊന്ന് എല്ലാം വെട്ടിയൊക്കെ എടുത്തു. എന്നിട്ട് അതൊന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം റീച്ചാൻ ഇരുമ്പമ്പുളി താഴെയെന്ന് പറിച്ചുകൊണ്ട് വന്നായിരുന്നല്ലേ, ഇച്ചിരി ഉള്ളു. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നമ്മൾ പെണ്ണുങ്ങൾക്ക് എത്ര എന്തെങ്കിലും ഇത്ര കിട്ടിയാലും എല്ലാവരും ഇതുപോലെ എൻ്റെ കൂട്ടാണെന്ന് അറിയത്തില്ല, തൃപ്തിയില്ലല്ലേ. പിന്നെയും വേണമെന്നുള്ളൊരു ഇതല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അല്ലാതുള്ള അത്യാഗ്രഹമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ റീച്ചാൻ കൊണ്ടുവന്നിട്ട് ഒത്തിരി ഉണ്ടെന്നുള്ള മട്ടിലാണ് റീച്ചാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ആക്ച്വലി മാങ്ങ ഇട്ട കറി വെക്കാൻ എല്ലാവരും വെക്കുന്നത്. അപ്പോൾ എനിക്ക് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഇരുമ്പമ്പുളി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇരുമ്പമ്പുളി താഴോട്ട് മുകളിലങ്ങ് ശരിക്കും നിൽപ്പുണ്ടെന്നുള്ള, എങ്ങനെ നമ്മൾ അത് തല്ലി ഇട്ടിട്ട് ഇനി അത് ഉണങ്ങിപ്പോയാൽ ഇനി സൊസൈറ്റിക്കാർ വല്ലതും പറയുമോ എന്നുള്ളൊരു പേടിയിൽ നമ്മൾ മേപ്പോട്ടുള്ളത് നോക്കാനൊന്നും പോയില്ല.
താഴെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വളർന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് നന്നായി കഴുകി എടുക്കട്ടെ. ഞങ്ങളുടെ നാട്ടിലും വീട്ടിൽ ഈ ഇരുമ്പമ്പുളി ഇഷ്ടം പോലെ ഉണ്ട്. അതും ഇതുപോലെ അയ്യോ, ഞാൻ അന്ന് കഴിഞ്ഞ വർഷം നാട്ടിൽ പോയടനെ ഇത് കണ്ടിട്ട് എനിക്ക് എവിടുന്ന് പറിക്കണമെന്ന് അറിയത്തില്ല, വെപ്രാളമായിപ്പോയി. എന്നിട്ട് ഞാൻ തന്നെ കുറച്ചെടുത്ത് ഉണങ്ങി ഒരു പിടിയോളം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ ഉണങ്ങിയത് വെച്ച് നമുക്ക് തോരനൊക്കെ വെക്കാൻ പറ്റുമോ? അറിയാവുന്നവരൊന്ന് പറയണേ. ഉണങ്ങിയ ഇരുമ്പമ്പുളിയും കൊണ്ട് നമ്മൾ ഈ മീൻ തോരനൊക്കെ വെക്കുന്നതിന് അതിൻ്റെ അകത്ത് പുളിക്ക് പകരം ഇടാമോ എന്നൊന്ന് പറയണേ ചെയ്തിട്ടുള്ളവർ. അപ്പം ഞാൻ ഇതിൽ നിന്നുള്ള നല്ല പുളികൾ ഇങ്ങനെ കുറച്ച് പറക്കി ഇടുന്നുണ്ട്. ഈ പോൾമോന് കൊച്ചൊന്നും ഇതൊന്നും കണ്ടിട്ടേ ഇല്ല. ഞാനപ്പം ഇതൊന്നും അവരെ കാണിച്ച് എല്ലാവരും ഒന്ന് ടേസ്റ്റ്. കാരണം പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് റീച്ചാൻ നാട്ടിൽ വന്ന് കുരുമുളകും ഈ പറങ്ങാണ്ടി, അന്ന് ഞങ്ങൾക്ക് ഒരു പറങ്ങാമ്പരം കണ്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടാണ് അവർക്കൊക്കെ എന്ത് ആശ്ചര്യമായിരുന്നു എന്നറിയാമോ. നമ്മളൊക്കെ അത് കണ്ട് കാറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊക്കെ അയ്യം മൊത്തം പറങ്കാവായിരുന്നു. അപ്പോൾ കാറ്റടിക്കുന്നുണ്ടെ പോയി പറക്കണം, അല്ലെങ്കിൽ ഈ വഴിയെ കൂടെ ഒക്കെ നടന്നു പോകുന്നവർ പാർക്കിക്കൊണ്ടു. അങ്ങനെ ഒരു സ്വഭാവം നാട്ടിലുണ്ടല്ലേ. അപ്പം ഇഷ്ടം പോലെ ആ പറങ്ങാൻ പഴത്തോടിങ്ങി വീഴുന്നത്. ഞങ്ങളത് അമ്മ ആ പറങ്ങാമ്പഴം പിഴിഞ്ഞിട്ട് വെയിലത്ത് വെക്കും. 2-3 ദിവസം വെയിലത്ത് വെച്ചത് വറ്റിച്ചിട്ട് ഇഞ്ചി നീര് നന്നായിട്ട് കുറേ ഇഞ്ചിയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാം കൂടെ ചേർത്ത് കുപ്പിയിലാക്കിയിട്ട് അടുപ്പും കര വെക്കും. എന്നിട്ട് വയറ്റുവേദന വരുമ്പോൾ ഞങ്ങൾക്ക് തരും. നല്ലൊരു മരുന്നാണ് അത്. പണ്ടൊക്കെ നമുക്ക് വിറകടുപ്പല്ലായിരുന്നോ, അപ്പോൾ ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ വെച്ചിട്ട് വിറകടുപ്പിൻ്റെ അവിടെ വെക്കുമ്പോൾ അത് നന്നായിട്ടത് നല്ല പ്രിസർവേറ്റീവായിട്ട് ഇരിക്കും. നന്നായി അതൊക്കെ തുറക്കുന്നതുകൊണ്ട് എന്തോ ഗ്യാസാണെന്നറിയാമോ. അപ്പം ഞാനത് ഒരെണ്ണം എടുത്ത് തിന്നതാണ്. എനിക്ക് പുളി സഹിക്കത്തേ ഇല്ല, കൊതി കൊണ്ട് ഞാനങ്ങ് തിന്നതാണ്. നല്ല പുളിയാണ്. എനിക്ക് ഇരുമ്പമ്പുളി കാണുമ്പോഴേ തിന്നാൻ തോന്നും. പക്ഷേ എന്തോ ചെയ്യാനാ, ഈ പല്ലിൻ്റെ ഇതുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇറക്കാൻ വയ്യാത്ത ഇതായി. ഒരു കടി കടിച്ചോണ്ടേ പിന്നെ ആ പുളി ഇത്തിരി ഒന്ന് കുറഞ്ഞ്. റൈസാൻ ഇനി വന്നേ. ഞങ്ങളുടെ കൊച്ചിലേക്ക് ഇതിനെന്തോ വാല്യൂ ആയിരുന്നെന്നറിയാമോ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കൊതിയൂറി നടക്കുമായിരുന്നു. അങ്ങനെ മോട്ടിക്കുന്ന പേടിയായിരുന്നു. കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഇതാണെങ്കിൽ അങ്ങ് തറയെ വീണ് കിടക്കുമല്ലേ. പണ്ടുള്ളവർ പറയും കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. ആർക്കറിയാം, ചിലർ പറയും അധികം കഴിച്ചാൽ നല്ലതല്ല. എന്തോ അധികം കഴിച്ചാൽ, പണ്ടുള്ളവർ പറയത്തില്ലേ അമൃതും വിഷമാണ്. അധികമായാൽ അമൃതും വിഷമാണ്. മാങ്ങ ഇല്ലാത്തോണ്ടേ ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും പോരെ. ഞാൻ പറയോ പോരാ, ഇനിയും കിട്ടിയാലും ഞാൻ ഉണങ്ങി വെക്കാം. നമ്മളിൽ പെണ്ണുങ്ങൾക്ക് ആക്കറാൻ തോന്നി. എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്കുണ്ട് കേട്ടോ. കഴിച്ചാൽ ചോദിച്ചാൽ എത്രയും കൊണ്ട് എനിക്ക് സംതൃപ്തിയായി കാണുന്നു. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ വീടുകളിലും ഇതില്ലായിരുന്നു. ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട് ഇതുകൊണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ കൂടുതലത് നോക്കാൻ പോയിട്ടില്ല. ഇങ്ങനെ ടൈറ്റിൽ കാണാം. കുറേ നാളുകൾക്ക് മുമ്പിട്ട് അജിതേച്ചിയുടെ ചാനലിൽ അജിതേച്ചി ഒരു ചിരവ കാണിച്ചായിരുന്നു. നല്ലതായിരുന്നു അത്. പക്ഷേ അതും ഞാൻ വാങ്ങിക്കാൻ എല്ലാം റീച്ചാനോട് പറഞ്ഞ് നോക്കിയോണ്ടേ അടുക്കള ഞങ്ങൾ നോക്കിയോണ്ടേ അത് ഞങ്ങൾ അടുക്കളയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ പാതാമ്പരത്തെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു ഫിറ്റ് ചെയ്യുന്നതും അതിൻ്റെ അകത്ത് പറ്റത്തില്ല. നമ്മുടെ പാതാമ്പരം ഒരു എന്താ വെക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അത് നല്ലൊരു ചിലവായിരുന്നു. അത് അധികം മെനക്കേട് അത് ഫിറ്റും ചെയ്യേണ്ട ഒന്നും അതിങ്ങനെ ഒന്ന് കയറ്റി വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇനിയും റീച്ചാൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകണേ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച പുതിയ ഒരെണ്ണം ഇങ്ങനെ ഈ ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ അടുക്കള ഇപ്പം ഗ്യാസേലൊന്നുമില്ല, അടുക്കള ഫാൻ ഇട്ടേക്കുക. അതിൻ്റെ സൗണ്ട് അല്ല, നോർമലി നമുക്കങ്ങനെ ഫാനിൻ്റെ വലിയ സൗണ്ട് കേൾക്കത്തില്ല. പക്ഷേ നമ്മൾ വീഡിയോയിൽ കൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട്. എക്സോസും ഉണ്ട്,
ഫാനും ഉണ്ട്. ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ചൂട്. കുറച്ച് നേരം അടുക്കളയിൽ നിന്നിട്ട് പിന്നെ ഇവിടെ അകത്ത് വന്നിട്ട് ഫാനിട്ടിരിക്കും. എപ്പോഴും AC ഇട്ടിരിക്കാൻ പറ്റുമോ? ബില്ല് വരുമ്പോൾ ഒരു ബില്ലിങ് വരും. അപ്പം മീൻകറിക്കുള്ള അരപ്പിനായിട്ട് ഒരു വലിയ മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിപ്പം ടീസ്പൂണാണ് കിടക്കുന്നത്, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് അരച്ചെടുക്കും. മല്ലിപ്പൊടി ചേർക്കാത്തവർ കാണും, ഞാൻ പക്ഷേ ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കും. അപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിലേക്ക് കുറച്ച് മുരിങ്ങയ്ക്ക, മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇരുമ്പം പുളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, 3-4 വെളുത്തുള്ളി അല്ലിയും വീഴുന്നുണ്ട്, ചെറുതിടാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങയ്ക്ക ഇപ്പോഴേ ഇടണ്ടായിരുന്നു, കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞ് മുരിങ്ങയ്ക്ക ഇട്ടാൽ മതിയായിരുന്നു. മുരിങ്ങയ്ക്കയൊക്കെ പെട്ടെന്ന് വേവുന്നതല്ലേ. പിന്നെ ഞാനത് കീറിയും കൂടെ ഇട്ട്, കീറാതിടുമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് അതങ്ങ് നന്നായി അങ്ങ് വെന്ത് കലങ്ങിപ്പോയി. അതിൽ നിന്ന് മുരിങ്ങയ്ക്കൊക്കെ എടുത്ത് കഴിക്കാൻ എന്താ ടേസ്റ്റായിരുന്നെന്നറിയാമോ, ആ മീനിൻ്റെ മസാലയെല്ലാം. പക്ഷേ പോൾമോന് ഇഷ്ടമല്ല, പോൾമോന് മുരിങ്ങയ്ക്കേ ഇഷ്ടമല്ല. അപ്പോൾ മീൻകറി കൊടുക്കുന്നുണ്ടെങ്കിൽ അവനത് മുരിങ്ങയ്ക്ക മാറ്റി. എന്നാലും ആ മുരിങ്ങയ്ക്കയുടെ ഫ്ലേവറല്ല ആ ചാറിൽ ഇറങ്ങിയത് കൊണ്ട് അവൻ ഭയങ്കര ടേസ്റ്റ് നോക്കുന്നവനല്ലേ. അവൻ പറഞ്ഞു എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ മമ്മി ഇന്നത്തെ കറിക്കെന്ന്. ഞാൻ പറഞ്ഞു നല്ല ഗുണമാണ്, എടുത്തോളാൻ പറഞ്ഞു. ആദ്യത്തെ ദിവസമേ അവൻ എടുത്തുള്ളൂ, പിന്നെ പിറ്റേ ദിവസം അവൻ അത്ര താല്പര്യപ്പെട്ടില്ല. പക്ഷേ കൊച്ച് മുരിങ്ങയ്ക്ക അവൻ ഈമ്പുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് മുരിങ്ങയ്ക്ക കറിക്കകത്തൊന്ന് കൊടുത്തതുകൊണ്ട് അവൻ പറഞ്ഞ് എനിക്കിതിൻ്റെ അകത്ത് മീൻ വേണ്ട, മുരിങ്ങയ്ക്ക ഡ്രം സ്റ്റിക്ക് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുളി ചേർത്തില്ല, അതുകൊണ്ടാണ് ഇത്രയും പുളി എടുത്തത്. അതിൻ്റെ അകത്ത് ആ പുളിയും മുരിങ്ങയ്ക്ക മീൻസ് എന്താ പറയുന്നത്, ഇരുമ്പം പുളിയും എല്ലാം ഞാനാണ് കഴിക്കുന്നത്. അതൊന്നും എടുത്ത് കഴിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ മീനിൻ്റെ അകത്ത് ഇത്തിരി ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതോ ഇവർക്കൊന്നും ഇഷ്ടമല്ല, ഇത്തിരിയേലും ലിവറിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇച്ചിരി കൂടുതലായിപ്പോയി മുരിങ്ങയൊക്കെ. അപ്പോൾ അതൊന്ന് തിളക്കട്ടിനി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തേരെ. അതുപോലെ സമയം പോലെ കമൻ്റ് ഇടുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. അപ്പോൾ ഇതെല്ലാം തിളച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതിൽ കുറച്ച് കടുക് കൂടെ വറുത്ത് ചേർത്ത്, അതിനായിട്ട് വെളിച്ചെണ്ണ, കടുക്, ഉള്ളി, കറിവേപ്പില, ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞായറാഴ്ചയ്ക്ക് മുമ്പിട്ടുള്ള വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പിട്ടുള്ള ദിവസത്തെ വീഡിയോയാണ്. ഞാൻ പറഞ്ഞിട്ട് ചില വീഡിയോകൾ എന്തെങ്കിലും കട്ടിങ്ങോ അതൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റി വയ്ക്കുമെന്ന്. അപ്പം നോക്കിയുണ്ടെങ്കിൽ 2 ക്യാപ്സിക്കവും കിടപ്പുണ്ട്, ഇച്ചിരി കോളിഫ്ലവറിൻ്റെ പകുതിയും കിടപ്പുണ്ട്. അപ്പോൾ തോരൻ വെക്കാൻ വേറെ ഒന്നുമില്ല, അല്ലാതെ ചെറുപയറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച ആ ക്യാപ്സിക്കവും ഈ കോളിഫ്ലവറും കൂടെ അരിഞ്ഞൊരു തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കോളിഫ്ലവർ ഞാൻ അരിയുന്നതിന് മുമ്പിട്ട് കോളിഫ്ലവർ ഞാൻ ഇത്തിരി വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം അത് അരിഞ്ഞെടുത്തത്. അതിലെങ്ങനെയാണെങ്കിലും കീട കാണും. എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. കഴിവതും അങ്ങനെ ചെയ്യുക, കാരണം നമ്മൾ എത്ര പച്ചവെള്ളത്തിൽ കഴിയാലും ആ കീട ഉണ്ടല്ലേ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി സവാള കൂടുതലെടുത്ത്, കാരണം ക്വാണ്ടിറ്റി അതിൻ്റെ കുറവായിരുന്നു, പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു തോരന്. അപ്പോൾ സവാളയും വഴറ്റി കുറച്ചും തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി മുളക് പൊടിയും കൂടെ ഒക്കെ ചേർത്ത് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഈ ചെറുതായിട്ടരിഞ്ഞ് ക്യാപ്സിക്കവും കോളിഫ്ലവറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ടത്തോരൻ പോലൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ചപ്പാത്തിക്ക് നല്ല ഒരു കോമ്പിനേഷൻ കൂട്ടാനായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ അമക്കി വെച്ചിട്ട് ആവിയിൽ അത് കിടന്നൊന്ന് വേവട്ടെ. കുറച്ച് നേരം ഞാനിങ്ങനെ പെട്ടെന്ന് വേവുകയും ചെയ്യും. ക്യാപ്സിക്കത്തിനും വേവില്ല, കോളിഫ്ലവറിനും അങ്ങനെ വേവില്ല. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പം അത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാനൊന്ന് ഇളക്കി കൊടുത്തോണേ. അതിൻ്റെ അകത്ത് ഇച്ചിരിച്ച വെള്ളം ക്യാപ്സിക്കത്തിൽ നിന്നൊക്കെ വെള്ളം വിട്ട് വരും. ആ വെള്ളം എല്ലാം ഇപ്പം വറ്റി ഞാൻ എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുക.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.